ഞാനൊരു വലിയ ഞാനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയണം. മറ്റൊരാത്മകഥാ പുസ്തകം ഞാൻ ഈയിടെ വായിച്ചത് മിഷേൽ ഒബാമയുടേതാണ്. അതും നിങ്ങൾ വായിക്കേണ്ട നല്ല പുസ്തകങ്ങളിലൊന്നാണ്. ഒബാമ അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ് മിഷേലിൻ്റെ ആത്മകഥാ പുസ്തകം പുറത്തിറങ്ങുന്നത്. അതിലൊരിടത്ത് ഒരു വിവാഹ വാർഷിക ദിനത്തിന് ഒബാമ വന്ന് നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ച ഓർമ്മ മിഷേൽ പറയുന്നുണ്ട്. എന്തു വേണമെന്ന് ചോദിച്ച ഉടനെ മിഷേൽ ഒബാമയോട് പറഞ്ഞു, നമുക്കിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ, ദൂരെ ഒരിടത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞു. ഒബാമ മിഷേലിനെയും കൂട്ടി ദൂരെ ഒരിടത്തുള്ള കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പോകുമ്പോഴത്രയും ഒബാമയുടെ മനസ്സിലുണ്ടായിരുന്നത്, എന്ത് കൗതുകമായിരിക്കും ഈ വിവാഹ വാർഷിക ദിനത്തിന് ഇങ്ങനെ സ്പെഷ്യലായി ആവശ്യപ്പെടാനുള്ള എന്ത് കൗതുകമായിരിക്കും ആ റെസ്റ്റോറൻറ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചാണ് അവിടം വരെ ചെന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ്. പ്രത്യേകിച്ച് ഒരു അത്ഭുതവും അവിടെ ഇല്ല. അവിടെ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാവട്ടെ ആ ഭക്ഷണവും ഒബാമയിൽ ഒരു അത്ഭുതവും ഉണ്ടാക്കിയില്ല. തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ അകത്ത് നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് മിഷേലിനോട് കുറേ നേരം സംസാരിച്ചു. ഒബാമ പുറത്ത് കാത്തു നിന്നു. തിരിച്ച് കാറിൽ കയറിയ ഉടൻ ഒബാമ മിഷേലിനോട് പറഞ്ഞു, എനിക്ക് ആ റെസ്റ്റോറൻ്റ് ഒരു സർപ്രൈസും ഉണ്ടാക്കിയില്ല. ഞാനിങ്ങനെ എന്തോ അവിടെ സംഭവിക്കുമെന്ന് വിചാരിച്ചാണ് നിനക്കൊപ്പം അവിടെ വരെ വന്നത്. നിന്നെ അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നതല്ലാതെ ഒരത്ഭുതവും എനിക്ക് തോന്നിയില്ല. ആരായിരുന്നു അത് എന്ന് ചോദിച്ചപ്പോൾ മിഷേൽ പറഞ്ഞു, അത് നമ്മളുടെ കല്യാണത്തിനൊക്കെ മുമ്പുള്ള ഒരു കഥയാണ്. അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അയാൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അയാളെ മറന്നുപോയി. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തെന്നറിയില്ല, അയാളെ എനിക്കിങ്ങനെ ഓർമ്മ വരും. അയാളെ കാണണം എന്ന് തോന്നും. അതുകൊണ്ടാണ് ചുമ്മാ ഇന്നവിടെ പോകാം എന്ന് പറഞ്ഞത്. അത് കേട്ട ഉടനെ ഒബാമ പറഞ്ഞു, നീ ദുഃഖിക്കുകയൊന്നും ചെയ്യണ്ട. അയാളെ കല്യാണം കഴിക്കാതായിപ്പോയി എന്ന സങ്കടമൊന്നും വേണ്ട. നീ കല്യാണം കഴിച്ചിരിക്കുന്നയാൾ ഇന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞ ഉടനെ മിഷേൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് അയാളോട്. അവിടെ മാത്രം നിങ്ങൾക്ക് തെറ്റിപ്പോയി മിസ്റ്റർ ഒബാമ. ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത് കൊണ്ട് നിങ്ങൾ ഇന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. ഞാൻ അയാളെയാണ് കല്യാണം കഴിച്ചിരുന്നതെങ്കിൽ അയാളായിരിക്കും ഇന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റ് എന്ന്. വലിപ്പമുള്ള ഒരാൾ നിങ്ങൾക്കൊപ്പമുണ്ട്, ഞാനത്രയായില്ലല്ലോ എന്ന് ആലോചിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അയാളുടെ മുമ്പിൽ പോയി നിന്നും തലയുയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞാനൊരു വലിയ ഞാനാണ് എന്ന്. ആ ബോധ്യമാണ്, ആ കാലുറപ്പാണ് നിങ്ങളെ മുമ്പോട്ടേക്ക് നടത്തുക. ഞാനൊന്നും ആയില്ല എന്ന തോന്നലിൽ നിങ്ങളിരുന്നാൽ, ഞാൻ തോറ്റു എന്ന തോന്നലിൽ നിങ്ങളിരുന്നാൽ ജീവിതം മുഴുവൻ നമ്മൾ തോറ്റവരായിരിക്കും. നമ്മളെ തോൽവിയിൽ നിന്ന് മുന്നോട്ടേക്ക് നടത്താൻ നമുക്ക് മാത്രമേ കഴിയൂ. ലോകം ഒരിക്കലും ഒരു തോൽവിയിൽ നിന്നും നിങ്ങളെ മുന്നോട്ടേക്ക് നടത്തുകയേയില്ല. ഒരു പരീക്ഷയ്ക്ക് തോറ്റാൽ മതി എൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മിലേറെയും.